ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജംഷീർ. എല്ലാവരെയും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൊളോണിയലിസവും ഗ്രാമപ്രദേശങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൽ ഒരുപാട് വലിയ ഒരു പാഠഭാഗമാണ് ഇത്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒന്ന് 5ാം റിപ്പോർട്ട് തന്നെ ആയിരിക്കും. 4 റിപ്പോർട്ട് മുൻപേ നൽകിയതിനു ശേഷം ലാസ്റ്റ് നൽകിയ റിപ്പോർട്ടാണ് 5ാം റിപ്പോർട്ട്. അതുകൊണ്ടാണല്ലോ 5ാം റിപ്പോർട്ട് എന്ന് പേര് വരുന്നത്. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഭരണം, ആ ഭരണത്തിൽ ഇന്ത്യയിൽ വന്ന മാറ്റം, ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 1002ഓളം പേജുകൾ അടങ്ങുന്ന വലിയ റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് 5ാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ 5ാം റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് 1813 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. 1002 പേജുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ മുൻപ് 4 റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇത് 5ാം റിപ്പോർട്ടായിട്ട് പറയപ്പെടുന്നത്. ജമീന്ദാർമാരും കർഷകരും കാലാകാലം നൽകിയ നിവേദനങ്ങൾ, ജില്ലാ കളക്ടർമാർ നൽകിയ റിപ്പോർട്ടുകൾ, ജില്ലാ കളക്ടർമാർ നൽകിയ റിപ്പോർട്ടുകൾ പുറമെ നികുതിയെ സംബന്ധിക്കുന്ന സ്ഥിതിവിവരങ്ങൾ, ബംഗാളിലെയും മദ്രാസ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ കുറിപ്പുകൾ എന്നിവ ഈ അനുബന്ധങ്ങൾ പ്രധാനമായും കാണുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം ഗ്രാമീണ ബംഗാളിൽ എന്താണ് സംഭവിച്ചതിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ഈ 5ാം റിപ്പോർട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതാണ് 5ാം റിപ്പോർട്ടിൽ പറയുന്നത്. അഥവാ ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇടപെട്ടതെന്നൊക്കെ സമഗ്രമായിട്ട് ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു ഭാഗത്തെയാണ് 5ാം റിപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ എന്തായാലും നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ട് പോകണം. നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കണം. ഇവിടെ 5ാം റിപ്പോർട്ട് വളരെ പ്രധാനമാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് 5ാം റിപ്പോർട്ട് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മറ്റൊരു ഭാഗം സാന്താളുകൾ എന്ന് പറയുന്ന ഭാഗമാണ്. ബ്രിട്ടീഷുകാർ വരെ പേടിച്ച് പഞ്ചപുച്ഛമടക്കിയിരുന്ന വലിയൊരു ധീര സമൂഹമായിരുന്നു സാന്താളുകൾ എന്ന് പറയുന്നത്. അത് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദ്യമായിട്ട് വന്ന ഒരു ഭാഗമാണ് സാന്താളുകളെ കുറിച്ച്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. സാന്താളുകളെ കുറിച്ച് പറയുമ്പോൾ സാന്താളുകൾ യഥാർത്ഥത്തിൽ അലഞ്ഞു നടന്നിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു. പഹരിയാസിനെ മെരുക്കിയെടുക്കാനും ആദിവാസ കൃഷിക്കാരായി സാന്താൾസിനെ മാറ്റാനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ സാന്താളുകൾക്ക് രാജ്മഹൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈമാറി. ഈ പ്രദേശം 1832ഓടെ ദാമൻ ഇ കോഹ് എന്നറിയപ്പെടാൻ തുടങ്ങി. അവിടെ താമസിക്കാനും കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യാനും അധിവാസ കർഷകരായി മാറാനും അവരോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു കെണിയാണ് കേട്ടോ. അത് മറ്റൊരു സത്യം. ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ചെയ്തതിന് പണിയാ, തമ്മിൽ അടുപ്പിച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് തനിക്കാക്കി പടക്കാക്കുക എന്നുള്ളത്. ഇവിടെ തങ്ങൾക്കെതിരെ ആര് നിന്നാലും അവർക്കെതിരെ സാന്താളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ്. അവസാനം ഇത് ബ്രിട്ടീഷുകാർക്ക് തന്നെ പണിയായി വരുന്നുണ്ട്. എന്തായാലും രാജ്മാൻ കുന്നുകളുടെ പാർശ്വങ്ങളിൽ സാന്താളുകൾ അധിവാസം ഉറപ്പിച്ചപ്പോൾ പഹരിയാസിന്റെ എതിർപ്പുകൾ ഈ സമയത്ത് വരികയാണ്. പഹാരിയാസിനെ എതിർത്ത് തോൽപ്പിക്കുക, അവരെ നാട് കടത്തുക, അവരെ അങ്ങോട്ട് നിലംപരിശാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സാന്താളുകളെ രാജ്മാൽ കുന്നിന്റെ ചോട്ട് കൊണ്ടുവന്നിട്ടത്. അല്ലാതെ അവരോടുള്ള ബ്രിട്ടീഷുകാരുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ സമയത്ത്
പഹാരിയാസ് മനസ്സിലാക്കാണ് ഞങ്ങള് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, സാന്താളുകൾ ഇവിടെ ഭൂമി ഇങ്ങനെ കയ്യേറുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മില് പല സമയങ്ങളിലായിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാലത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. നിർഭാഗ്യവശാലാണോ ബ്രിട്ടീഷുകാരുടെ ഭാഗ്യവശാലാണോ എന്നറിയില്ല, ഇവിടെ പഹാരിയാസ് പരാജയപ്പെടുകയും സാന്താളുകൾ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര ധീരന്മാരായിരുന്നു സാന്താളുകൾ എന്നാണ് ചരിത്രം പറയുന്നത്. എന്തൊക്കെ ആണെങ്കിലും തങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് സാന്താളുകൾ മനസ്സിലാക്കിയത്. അതൊരു വലിയ തെറ്റായിരുന്നുള്ളതാണ് വലിയ സത്യം. തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് സാന്താളുകൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കുന്നുണ്ട്. പഹാരിയാസിനെ അവിടുന്ന് ആട്ടിവിട്ടു. എന്നിട്ട് സാന്താളുകൾ അവര് സ്വസ്ഥമായിട്ട് സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി. പഹാരിയാസിനെ തോൽപ്പിച്ചു. ഇതുകൊണ്ടായ ഗുണം സാന്താളുകൾ അലഞ്ഞു തിരിഞ്ഞടക്കൽ നിർത്തിയിട്ട് രാജ്മാൽ കുന്നിന്റെ താഴ്വരത്ത് ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാല്. പക്ഷെ അവര് ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഏകദേശം 5 ഭാഗത്തുനിന്നായിട്ട് ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒന്ന്, ഗവൺമെന്റ് സാന്താൾക്ക് ഭൂമി നൽകിയിട്ട് കനത്ത നികുതി അങ്ങോട്ട് ഈടാക്കി. അതുവഴി ഗവൺമെന്റ് അവരെ ചൂഷണം ചെയ്യാണ്. മറ്റൊന്ന്, ഹുണ്ടികക്കാര് അഥവാ വട്ടിപ്പലിശക്കാര് വലിയ സംഖ്യ കടം കൊടുത്തിട്ട് അവസാനം നിക്കക്കള്ളില്ലാതെ പല സാന്താനുകളും വളരെ കഷ്ടപ്പെടുന്ന ചരിത്രത്തിൽ കാണുന്നുണ്ട്. മൂന്നാമത്, സമീന്ദാർമാരും അവരുടെ ഏജന്റുമാരും. സമീന്ദാർമാർ അറിയാലോ, ജമ്മി, ഇവർക്കും വേണം ഒരു പങ്ക് നികുതിയായിട്ട് കൊടുക്കാം. നാലാമത്, കച്ചവടക്കാരും സാന്താനുകളെ ചൂഷണം ചെയ്തിരുന്നു പല രീതിയിൽ എന്നാണ് പറയുന്നത്. അഞ്ചാമത്, റെയിൽ റോഡ് നിർമ്മാണത്തിൽ നിന്ന് ഉദ്യോഗസ്ഥര് അവരെ ശക്തമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പല രീതിയിൽ തങ്ങൾ ചൂഷണം ചെയ്യുകയാണെന്ന് സാന്താളുകൾ മനസ്സിലാക്കിയ സ്ഥലം മുതലാണ്, ആ നിമിഷം മുതലാണ് സാന്താളുകൾ വീണ്ടും തീപ്പന്തമായി മാറാൻ തുടങ്ങിയെന്നുള്ളതാണ് പറയുന്നത്. റെയിൽവേ സൈറ്റുകളിൽ സാന്താൾ സ്ത്രീകൾ വളരെ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ചൂഷകരായ സമീന്ദാർമാർക്കും ഹുണ്ടികക്കാർക്കും കൊളോണിയൽ ഭരണകൂടത്തിന്റെ ഒരു ഒത്താശ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. തുടക്കത്തിൽ അവരുടെ പ്രതിഷേധങ്ങൾ സമീന്ദാർമാരുടെയും ഹുണ്ടികക്കാരുടെയും വീടുകൾ കവർച്ച ചെയ്യുക പോലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ സാന്താളുകളെ അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ കലാപം അക്രമാസക്തമായി തീർന്നു. ജമീന്ദാർമാർ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേ എഞ്ചിനീയർമാർ എന്നിവരെ കലാപകാരികൾ ആക്രമിച്ചു. കൂടാതെ സാന്താളുകൾ സ്വന്തം സൈന്യങ്ങളെ രൂപീകരിക്കുകയും അവരുടെ അവർക്കെതിരെ അവരുടെ സമൂഹത്തെ ഇല്ലാതെയാക്കാനും അവരെ ആദർശങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവർക്കെതിരെ ശക്തമായിട്ട് പോരാടാൻ അവർ മുൻപോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. സാന്താൾ കലാപത്തിന് നേതൃത്വമേകിയത് 2 സഹോദരന്മാരാണ്, സിദ്ധുവും കാനുവും. കലാപം 6 മാസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ കലാപത്തെ കൊളോണിയൽ ഗവൺമെന്റ് അടിച്ചമർത്തത്. സാന്താൾ കലാപം 1855-56 സംഭവിച്ചത്. ആ സമയം 56 അടിച്ചമർത്തുന്നുണ്ട്. ശേഷം കൊളോണിയൽ ഗവൺമെന്റ് സാന്താളുകൾക്കായി ഒരു പുതിയ പ്രദേശം രൂപീകരിച്ചു. ഇത് സാന്താൾ പർഗാന എന്നറിയപ്പെടുന്നു. ഈ നടപടികളെല്ലാം ഗവൺമെന്റ് സ്വീകരിച്ചത് സാന്താളുകളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരടഞ്ഞാൽ വലിയ അരിക്കൊമ്പനായി മാറും എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അവരെ തണുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് സത്യം. ഈ 2 ഭാഗവും എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഇനി സമയം കിട്ടുവാണെങ്കിൽ ഇതില് രാജ്മഹൽ കുന്നുകളിൽ എന്നുള്ള ഭാഗം, പഹാരിയാസിന്റെ ഭാഗം, അതും കൂടെ ഒന്ന് പഠിച്ചോളൂ. ചില സമയങ്ങളിൽ ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഞാൻ ഇത് ആദ്യം പറയുന്ന 5ാം റിപ്പോർട്ടാണ്. മറ്റൊന്ന് സാന്താൾ കലാപമാണ്. മൂന്നാമത്തത് നമ്മുടെ രാജ്മഹൽ കുന്നുകൾ. പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ രാജ്മഹൽ കുന്നുകൾ പഠിച്ചിട്ട് പോയാൽ വളരെ നന്നായിരിക്കും എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. സംശയങ്ങളെയും ചോദിക്കാൻ ഞാൻ നമ്പർ അയക്കുന്നുണ്ട്, ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. നോട്ട്സ് വേണമെങ്കിൽ പറയണം. മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു.